എന്തിനാ ഇപ്പൊ പെട്ടെന്ന് നടത്തുന്നത്? അൻവറിന്റെ കാര്യം അറിഞ്ഞിട്ടാ? എന്നാലും നടത്തണ്ടല്ലേ, അവിടെ നടത്താന്ന് വിചാരിച്ചു. ഇതേ ഒരു കാര്യം പറഞ്ഞേക്കാം, കോളേജിൽ ഇതാരും അറിഞ്ഞിട്ടില്ല. അൻവർ തന്നെ പ്രശ്നം കേട്ടോ. ഞാൻ അവരുടെ സൈഡ്. ആരുടെ സൈഡ്? അവരുടെ സൈഡ് പിന്നല്ലാതെ. ഇഷ്ടമുള്ളവർ തമ്മിലുള്ള കല്യാണമല്ലേ നടത്തി കൊടുക്കണ്ടേ? അവർക്ക് ഇഷ്ടമല്ലാത്ത കല്യാണം നമ്മൾ എന്തെങ്കിലും നടത്തി കൊടുക്കുന്നേ? ഇങ്ങോട്ട് നോക്കുമ്പോണ്ടോ നോക്കാൻ ആര് നോക്കുവോ? നീ പോയിക്കോ, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. ക്യാഷ് എടുക്കണം, നമ്മുടെ കൂടെ ബാങ്കിൽ പോകാനുള്ള. അവിടെ താഴെ ഓട്ടോ കിട്ടും, പോയിക്കോ ചെല്ല്. മനുചേട്ടാ ഇവിടെ ട്യൂഷൻ വരുമ്പോൾ കാണാൻ പറ്റത്തോണ്ടാ, പ്ലീസ് പ്രശ്നം ഉണ്ടാക്കല്ലേ. ഇനി നിങ്ങൾ തമ്മിൽ ഒന്നുമില്ലാന്നല്ലോ നീ അന്ന് മീരയ്ക്ക് വാക്ക് കൊടുത്ത്. അത് ചേട്ടാ അങ്ങനെയല്ല. പിന്നെ നീ അന്ന് കഥ കടച്ച് മീരയുടെ അടുത്ത് എന്താ പറഞ്ഞേ? അത് ചേട്ടാ, നിർമ്മലിനോട് ശരിക്കും ഇഷ്ടമുണ്ടെങ്കിൽ അവനെ കല്യാണം കഴിപ്പിച്ചു തരാമെന്ന് മീരേച്ചി പറഞ്ഞു. ഇപ്പം പഠിക്കേണ്ട പ്രായ, അത് കഴിഞ്ഞ് ഇഷ്ടമല്ലാത്ത ഒരാളുടെ കൂടെ കല്യാണം ഉറപ്പിച്ച പിന്നെ കല്യാണ ദിവസം വേണേലും നിർമ്മലിൻ്റെ കൂടെ പോകാനുള്ള വഴിയൊക്കെ പറഞ്ഞുതരാന്നാ മീരേച്ചി പറഞ്ഞു. ചേട്ടാ ഞങ്ങള് ഞാൻ അവളോട് സംസാരിക്കട്ടെ. വിഷ്ണുവേട്ടാ, ഞാൻ അറിഞ്ഞുകൊണ്ടല്ലാന്ന് വിഷ്ണുവേട്ടാ അറിയില്ല. എന്നെ ആരും മനസ്സിലാക്കിയില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. പക്ഷെ എൻ്റെ വിഷ്ണുവേട്ടൻ എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് കാണുമ്പോഴാണ് ഇഷ്ടേട്ടാ ഞാൻ പറയുന്നൊന്ന് കേക്ക്. അമ്മ മരിച്ചവളെന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യാനാ വിഷ്ണുവേട്ടാ? എനിക്കറിയാലോ, എനിക്ക് ഇത്ര ഇഷ്ടം അറിയില്ല. നിന്നുണ്ടല്ലോ, ഞാൻ എന്ത് ചെയ്യാനാ? എൻ്റെ പൊന്നു ഇഷ്ടമല്ലേ. എനിക്ക് തോന്നുന്നു പറയാനല്ലേ പറ്റും. ചിലപ്പോ ചേച്ചിയെക്കുറിച്ച് ഞാൻ അവളോട് സംസാരിക്കട്ടെ. നമ്മുടെ ഒരു ചെറുകിട ഇഷ്ടത്തില്ല. അൻവർ ഷെരീഫ് എന്താണ് അത്ര വലിയ രഹസ്യം? ഒരു പ്രണയം ഉണ്ടെന്നാണ് എനിക്ക് വിശ്വസിച്ചത്. ചിലപ്പോ ചേച്ചിയെ കുറിച്ചായിരിക്കും എനിക്ക് സംസാരിക്കണം. മഹേഷേട്ടാ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. മഹേഷേട്ടനില്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കാം? മഹേഷോ? എനിക്കിനി എൻ്റെ ലൈഫിൽ വേറൊരാളെ സ്നേഹിക്കാൻ പറ്റും തോന്നുന്നുണ്ടോ? എൻ്റെ ഏട്ടനെ പോലെ മഹേഷേട്ടൻ എൻ്റെ ജീവനാ. മറക്കണം, എല്ലാം മറക്കണം. നമ്മളുടെ ഫോട്ടോസൊക്കെ ഡിലീറ്റ് ചെയ്യണം, വാൾപേപ്പർ എല്ലാം. എൻ്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യും. കൈയെടുത്ത് തലയിൽ വെക്കുക. വെച്ചോ? തൊട്ടോ? സത്യം. ഏട്ടാ, മഞ്ചേട്ടൻ എണീറ്റേ. ഏട്ടാ, സമയം എണീക്ക്. അതെ, കല്യാണത്തിന് ആൾക്കാർ വരുന്നതേ പെണ്ണിനെ കാണാൻ മാത്രല്ല, പെണ്ണിനെ ആങ്ങളേനെ കൂടെ കാണാനാ. നമുക്ക് വരക്കൊന്നും ഓർക്കണ്ടേ? എണീറ്റാ, ചായ കുടിച്ചേ, എന്നിട്ട് ഓടാമ്പോ. മഞ്ചേട്ടാ, എനിക്ക് കോളേജിൽ പോകാൻ ലേറ്റ് ആയി, ഞാൻ വിളിക്കില്ലേട്ടോ. നീ ഇന്ന് പോയില്ലേ? എന്തു പറ്റി? പനി വല്ലതും ഉണ്ടോ? ഒന്നുമില്ല.
എനിക്ക് മീരയുടെ റൂമൊന്ന് ചെക്ക് ചെയ്യണം. എന്താടാ? അതമ്മേ. ജയേ, ആ, ചേച്ചി ഇന്ന് മീൻ വേണ്ട. വേണ്ടല്ലോ. ശരി എന്നാ. എന്നാ. ആ. ജാതകോ? ക്രിസ്ത്യാനിക്ക് എന്ത് ജാതകമാടി? ഏട്ടോ, ഏട്ടന് ഇതിലൊന്നും വിശ്വാസമില്ലായിരിക്കും. പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ നടന്നൊക്കെ എൻ്റെ ജാതക പ്രകാരം. നമ്മുടെ കല്യാണം കഴിഞ്ഞാൽ 6 മാസത്തിനുള്ളിൽ എൻ്റെ ഡിസ്നേറ്റ് മരിച്ചു പോകുന്ന നമ്മുടെ ജാതകത്തിലുള്ള. ഇല്ല, ഞാൻ മരിക്കില്ല. ഞാൻ നിന്റെ വീട്ടിൽ ഒന്ന് സംസാരിക്കാം. ഏട്ടനില്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഞാൻ മരിച്ചാലും കുഴപ്പമില്ല, പക്ഷെ എന്നെ ഡിസ്നേറ്റിന് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് സഹിക്കാൻ പറ്റും തോന്നുന്നുണ്ട്. എൻ്റെ കൂടെ അല്ലെങ്കിലും എവിടെയെങ്കിലും എൻ്റെ ഏട്ടൻ ഹാപ്പിയായി ജീവിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞാൽ മതി. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കും. എനിക്കിപ്പോൾ ഒരൊറ്റ വാക്ക് തരാൻ പറ്റും, ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ ഡിസ്റ്റേറ്റിന് മാത്രമായിരിക്കും. ജോസിനറിയാമോ, പഠിച്ച എല്ലാ ക്ലാസ്സിലും അവളായിരുന്നു ടോപ്പർ. പിന്നെ ഇതിനൊക്കെ എവിടുന്ന സമയം കിട്ടുന്നതെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. അവളെന്താ ഇങ്ങനെ? ചതിക്കായിരുന്നില്ലേ അവൾ ഇത്ര നാളെ ഞങ്ങളെ? എന്ത് ധൈര്യത്തിലെ അച്ഛനമ്മമാര് മക്കളെ വിശ്വസിക്കേണ്ടത്? ഇവിടെയാണെങ്കിൽ അവളെ ഒരു വാക്കുകൊണ്ട് പോലും ആരും കുത്തി നോവിച്ചിട്ടില്ല. അതെ, ഈ സാധനം എവിടെ നിന്നെടുത്തോ അവിടെ തന്നെ കൊണ്ടുപോയി. നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പൊ അവളോട് ഇത് ചോദിക്കണ്ടേ? നിനക്കൊരു അനിയൻ ചെറുക്കനായിരുന്നെങ്കിൽ നീ ഇൻവെസ്റ്റിഗേഷൻ കൊണ്ട് ഇറങ്ങുമോ? ഞാൻ സംസാരിക്കും അവളോട്, അല്ലാതെ ഇത് ശരിയാവില്ല. ആ, ഇനി സംസാരിച്ച് വിഷയം വഷളാക്കി അവൾ അവന്മാരിൽ ആരുടെയും കൂടെ ഇറങ്ങിപ്പോയാലോ? അതിപ്പോ ആണെങ്കിലും അവൾക്ക് ഇറങ്ങിപ്പോവല്ലോ. ആ, നിങ്ങൾ വെറുതെ ടെൻഷൻ അടിക്കല്ലേ. അവൾക്ക് നന്നായിട്ട് നല്ല ഭംഗിയായിട്ട് അവളെ നോക്കറിയാം. അയ്യോ, ഞങ്ങൾ ഇൻസ്പെക്ഷനൊന്നും വന്നല്ല കേട്ടോ. ഈ വഴി പോയ. നീ എന്തിനാടാ കള്ളം പറയുന്നേ? ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ വന്നതാ. എന്റെ അമ്മയാ. ഓ, വാ കയറിയിരിക്കെ. ഇവിടുത്തെ മൂത്ത കൊച്ചിനെ കണ്ടപ്പോ ഇവനൊരിഷ്ടം. എന്നാ പിന്നെ നേരിട്ട് വന്ന് പറയാന്ന് കരുതി. എനിക്കിവൻ ആകെ ഒരാളെ ഉള്ളേ. എനിക്കന്ന് ആളെ ആദ്യമായിട്ട് ഇവിടെ വെച്ച് കണ്ടപ്പോൾ തന്നെ ഒരു ഈ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയില്ലേ. അയ്യോ, മീരയുടെ കല്യാണം ഉറപ്പിച്ചു. ആദ്യമായിട്ടാ ഇവനൊരു പെങ്കൊച്ചിന്റെ കാര്യം എന്നോട് പറഞ്ഞ്. അന്വേഷിച്ചപ്പോ ഇവിടുത്തെ മോളെ പറ്റി എല്ലാവർക്കും നല്ല അഭിപ്രായം. അതാ ഞാൻ തന്നെ നേരിട്ട് വന്നേ. ഇങ്ങനെ ഒരു ആലോചന വന്നില്ലായിരുന്നെങ്കിൽ. ഓ, അത് സാരമില്ല. ഇത്രയും നല്ല മോളെ കെട്ടാനുള്ള പുണ്യൊന്നും ഇവൻ ചെയ്ത് കാണില്ല. ഇങ്ങനെ വിളിക്കുന്നോണ്ടൊന്നും തോന്നരുത്. രണ്ടുപേരും കല്യാണത്തിന് വരണം. എന്തായാലും ഞങ്ങൾ വരും. ഇവിടെ വരെ വന്നിട്ട് മോളെ ഒന്ന് നേരിട്ട് കാണാൻ പോലും പറ്റിയില്ലല്ലോ. അല്ല, മോളിവിടെ ഇല്ലേ? അവൾക്കിന്ന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്. എല്ലാം തീർന്നു. വിഷ്ണു ഏട്ടാ, നമ്മുടെ റിലേഷൻഷിപ്പ് വീട്ടിൽ ഏട്ടനറിഞ്ഞോ വിഷ്ണു ഏട്ടാ? എടാ, വീട്ടിൽ സമ്മതിക്കാത്ത ഞാൻ എന്ത് ചെയ്യാനാ? എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ശ്രമിച്ചു നോക്കി. മനുവേട്ടൻ അങ്ങേർക്ക് ദേഷ്യം വന്നാൽ മുന്നും പിന്നും നോക്കാത്ത ഒരാളാ. വിഷ്ണുവേട്ടൻ കണ്ട കൈയും കാലം തല്ലിയൊടിക്കുന്ന എന്നോട് പറഞ്ഞേക്കുന്നത്. എന്റെ വിഷ്ണുവേട്ടൻ എന്തെങ്കിലും പറ്റി എന്നെ കൂടി സഹിക്കാൻ പറ്റും തോന്നുന്നുണ്ടോ? വേറൊരു മതത്തിലുള്ള ഒരാള് കല്യാണം കഴിക്കാൻ അവർ സമ്മതിക്കില്ല. അവർ ഭയങ്കര കൺസർവേറ്റീവാ. വിഷ്ണുവേട്ടൻ എന്നെക്കാൾ നല്ല പെണ്ണിനെ കിട്ടും. അത് കിട്ടുമായിരിക്കും, പക്ഷെ മീരയ്ക്ക് എന്നേക്കാൾ നല്ല ചെക്കനെ കിട്ടൂ. ഒരിക്കലുമില്ല.
ഇപ്പൊ എനിക്ക് നിനക്ക് ഒരു വാക്ക് മാത്രമേ തരാൻ കഴിയൂ. വേറൊരു ജന്മം ഉണ്ടെങ്കിൽ ഞാൻ നിന്റെ മാത്രമായിരിക്കും. ഏത് ജന്മം? എനിക്കങ്ങനെ ഒരുപാട് ജന്മങ്ങളിലൊന്നും വിശ്വാസം എനിക്ക് ഉണ്ടേട്ടാ. തിരിഞ്ഞു നോക്കില്ല ഞാൻ. മനസ്സിലെന്ന് സ്നേഹിക്കുന്ന ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അൻവറിന്റെ മുഖമുണ്ട്. എനിക്കത് മതി. ഇനി അങ്ങോട്ട് എന്നെ സ്വന്തം പെങ്ങളെ പോലെ കാണണം. ചേട്ടൻ കൈയും കാലം തൊല്ലി ഓടിക്കുന്നു പറഞ്ഞത് സത്യേറ്റം പറഞ്ഞാണോ? എനിക്കും തോന്നി. അപ്പൊ തനിക്ക് വിഷമാവൂലേ? നിന്റെ കല്യാണം ഉറപ്പിച്ചല്ലേ? ഞാൻ അറിഞ്ഞു. പ്രേമിച്ചിടന്ന് ഇത്രയും കാലം നിനക്ക് എൻ്റെ ജാതിയും അതൊരു പ്രശ്നമല്ലായിരുന്നു. വലിയ കൊമ്പത്തൊരുത്തന്നെ കെട്ടുറപ്പിച്ച് കഴിഞ്ഞപ്പോൾ അവളെ കോപ്പിലൊരു ഡയലോഗ്, ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ സ്വന്തമായിരിക്കും പോലും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ജന്മത്തിലൊന്നിക്കാം അല്ലേ മീര? നീ കെട്ടി സുഖമായി ജീവിക്കുന്ന എനിക്കൊന്ന് കാണണം. നമുക്കങ്ങ് മാറിയേക്കാം. ചേട്ടൻ എന്നെ ഓർമ്മയില്ലേ? നമ്മളന്ന് കാറി വെച്ച് പരിചയപ്പെട്ടു. ഞാൻ വന്ന കാര്യം ചേട്ടൻ്റെ സിസ്റ്ററിൻ്റെ മാരേജ് ഉറപ്പിച്ചല്ലേ? അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം പറയാനാണ് ഞാൻ വന്നത്. തിരക്കിലല്ലോ അല്ലേ? അല്ല, ആളുടെ വെഡ്ഡിങ് വീഡിയോഗ്രാഫി എനിക്ക് തരണം. ഡിസ്കോ? ഡിസ്നി വെഡ്ഡിങ് വീഡിയോഗ്രാഫി ഞാൻ വേറൊക്കെ കൊടുത്തു. ഓ, കൊടുത്തല്ലേ? സാരമില്ല, അതില്ലേലും കല്യാണത്തിന് ഞാൻ വരാം. വരും, വരണമല്ലോ. പടാ. സാറേ, ആ കോൺട്രാക്ടർ എന്ത് ചെയ്യും? അല്ല, അയാളോട് പറഞ്ഞു ഈ തൂപ്പ് കിട്ടുമ്പോൾ നാട്ടുകാരുടെ അടുത്ത് ചോദിച്ചിട്ട് വേണം ചെയ്യാൻ. ഇത് നിറച്ചിട്ടില്ല സാറേ, ഇവിടെ എല്ലാം മൊത്തം അടിക്കാം. അല്ല, വർക്കിലാണ്. 10 മിനിറ്റ്, ഒരു സീരിയസ് കാര്യ. അളിയന്റെ ഫ്രണ്ട് കയറിക്കോ. നിങ്ങളും കൂടെ അറിഞ്ഞിരിക്കേണ്ട കാര്യ. വാ. ഞാൻ വരാം. 2 കോഫി 1 മസാല ദോശ. അല്ലല്ല, 3 കോഫി 3 മസാല ദോശ. വട വെക്കണോ? പിന്നെ വട വേണം അല്ലേ? അളിയനെന്താ പെട്ടെന്നൊരു മിന്നൽ സന്ദർശനം? അച്ഛൻ നന്നു വിട്ടതാ കറിവത്തി കൊടുക്കാനായിട്ട്. പിന്നെ ഇത് മാത്രമല്ല, വേറൊരു പ്രത്യേക കാര്യം കൂടെ സംസാരിക്കാനുണ്ട്. എന്താ? കല്യാണത്തിന് ഇനി കുറച്ച് ദിവസം കൂടെയല്ലേ ബാക്കിയുള്ളൂ. രാത്രി ഫോൺ വിളിച്ച് മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാന്ന് പറഞ്ഞപ്പം അളിയന്റെ പെങ്ങളെന്താ പറഞ്ഞെന്നറിയാം? എന്തു പറഞ്ഞു? രാത്രി 10 മണിക്ക് ശേഷമുള്ള ഒരു ഫോൺ വിളികൾക്കും അവളില്ലെന്ന്. എന്റെ പൊന്നളിയ, ഇത്ര അടക്കം ഒതുക്കുള്ളൊരു പെൺകുട്ടി ഞാൻ എന്റെ ലൈഫിൽ ഇതുവരെ കണ്ടിട്ടില്ല. ആബ്സല്യൂട്ട്ലി ഹോംലി ആൻഡ് എനർജറ്റിക്. ഇതുപോലൊരു പെൺകുട്ടിയാണ് ഞാൻ ഇതുവരെ കാത്തിരുന്നത്. ഞങ്ങളുടെ ഭാഗ്യം. എന്നാ അളിയ മടക്കി. താങ്ക്സ്. സത്യത്തില് മീരയുടെ ഈ ഒരു സ്വഭാവത്തിന് ക്രെഡിറ്റ് കൊടുക്കേണ്ടത് അവളെ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരാൻ കാരണഭൂതനായ അളിയനാണ്. എന്ത് കരുതലായി മനുഷ്യന്. കൊടുകയളിയ ഷേക്ക് ഹാൻഡ്. ഓൺലി റെസ്പെക്ട്. മനസ്സിലായി. കഴിക്കും. ഇത് കഴിഞ്ഞില്ലേ?
അയ്യോ ഞാൻ തിന്നുമല്ല. അതെ, നമ്മുടെ കാറ്ററിംഗുകാരെ വിളിച്ചായിരുന്നു. അവരൊരു 5 മണിയാകുമ്പോഴേക്കും ഫുഡായിട്ട് എത്തും. നീ എന്തിനാ ഈ ടെൻഷൻ അടിച്ച് നിൽക്കുന്നേ? കാര്യങ്ങൾ ഇവിടെ വരായില്ലേ? മീര എവിടെ? അവള് ബ്യൂട്ടി പാർലറിലേക്ക് പോയേക്കാം. ആ, അത് പറഞ്ഞപ്പോഴാ നമ്മുടെ കുമ്പഴ വടക്കേൽ ഉണ്ണിത്താൻ ചേട്ടന്റെ മോളിൽ ലീലാമണി ഇതുപോലെ കല്യാണത്തലേന്ന് രാത്രി ബ്യൂട്ടി പാർലറിലേക്കാന്ന് പറഞ്ഞൊരു പോക്കോയതാ. പിന്നെ 4 മാസം കഴിഞ്ഞപ്പോ ഇൻസ്റ്റാൾമെന്റ് നശിച്ചിട്ട് അവിടുന്ന് പൊക്കിയത്. മനോജിനെ അറിയാം, മനോജിന്റെ ലൈനായിരുന്നു. നടന്ന കാര്യമൊന്നും പറയണ്ട. നാട്ടിലെ പല വെങ്കൊച്ചുങ്ങളും അങ്ങനെ പോവായിരിക്കും. നമ്മുടെ മീരക്കൊച്ച് അങ്ങനെ പോത്തിരുന്ന് ഉറപ്പല്ലേ? ആ, ഉറപ്പല്ലേ? ഉറപ്പല്ല. നീ അത് നോക്കിക്കേ, എന്തോ ഒരു വശപശക്കില്ലേ, ആരെയോ കാത്തു നിൽക്കും പോലെ. നീ ടെൻഷൻ അടിക്കല്ലേ, അവൾ ഇറങ്ങി വരട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാ. ആ, അവള് വന്ന്. എന്താ പ്രശ്നം? അവര് അതിനവർക്ക് നമ്മളറിയില്ലോ. അത് ശരിയാണല്ലോ. നീ എഴുന്നേക്കാവോ? ആ, പിന്നെ എഴുന്നേക്കാതെ. മീര നിങ്ങളെന്താ ഇവിടെ? പറഞ്ഞോ. എന്നെ പിക്ക് ചെയ്യാൻ വന്നാണോ? ഞാനിങ്ങ് വന്നേനല്ലോ. വേണ്ട, പോവാം, കേറ്. അയ്യോ, എനിക്ക് 1-2 ഷോപ്പിംഗ് കൂടെ ഉണ്ട്. ഞങ്ങളും വരാം. ആ, അല്ല, നിങ്ങളുടെ സമയം വൈകും. സാരല്ല, ഞങ്ങൾ നിന്റെ കൂടെ തന്നെ ഉണ്ടാകും. ഞാൻ എന്നാ ശരി.